നമ്മളിപ്പോൾ പോകുന്നത് മാർബസെലിയോസ് AUP സ്കൂൾ കോളിയാടിയിലേക്കാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ചകളിലായി മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിന്ന ഒരു സ്കൂളാണ് MBAUPS കോളിയാടി. കാരണം ഇവിടെ ഷിഗല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 2 ആഴ്ചകളായി സ്കൂളിന് അവധിയായിരുന്നു. മാത്രമല്ല, ഈ സ്കൂൾ നിലനിൽക്കുന്ന നെന്മേനി ഗ്രാമപഞ്ചായത്തിലും തൊട്ടടുത്ത് സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിലുമൊക്കെ ഒരുപാട് സ്കൂളുകൾ അടച്ചിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് വിദ്യാർത്ഥികൾ ഹോസ്പിറ്റലൈസ് ആയിരുന്നു. പക്ഷേ അവരെല്ലാം രോഗമുക്തരായി സ്കൂൾ വീണ്ടും തുറന്ന് പ്രവർത്തിച്ചിരിക്കുകയാണ്. ആരോഗ്യ വകുപ്പിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് സ്കൂള് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അവിടെ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതുപോലെ എന്തൊക്കെ മുൻകരുതലുകളാണ് ഇനി ഈ രോഗം വരാതിരിക്കാൻ വേണ്ടി അവരെടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഏതൊരു സ്കൂളും തുറക്കുന്നതിന് തൊട്ട് മുമ്പായി ഇവിടെ ഏതെല്ലാം സോഴ്സുകൾ വെള്ളത്തിനായി ഉപയോഗിക്കുന്നുണ്ടോ, അപ്പോൾ അതൊക്കെ കൃത്യമായി ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ആരോഗ്യ വകുപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് അടക്കമാണ് ഈ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള, തുടർന്ന് കൊണ്ടുപോകാനുള്ള ഫിറ്റ്നസ് ലഭിക്കുന്നത്. വസ്തുതാപരമായി അന്വേഷിച്ചാൽ മനസ്സിലാവുന്നതാണ്. കാരണം ആരോഗ്യ വകുപ്പിൻ്റെ വെള്ളം പരിശോധിച്ച സർട്ടിഫിക്കറ്റ് നമ്മൾ പരിശോധിക്കുകയുണ്ടായി. എന്നിരുന്നാലും ആരും മനഃപൂർവ്വം വരുത്തി വച്ചതല്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷേ സംഭവിച്ചു പോയതിനപ്പുറത്തേക്ക് ഇനി എങ്ങനെ സ്കൂൾ കൃത്യമായി പഴയതുപോലെ മുന്നോട്ട് പോകാം എന്നുള്ള ചിന്തയിൽ നിന്ന് ആരോഗ്യ വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഒക്കെ നിർദ്ദേശങ്ങൾ പ്രകാരം ഈ സ്കൂളിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വേസ്റ്റ് ഒഴിഞ്ഞു പോകാൻ കൃത്യമായ സംവിധാനങ്ങൾ, അതുപോലെ എൻ്റെ ഈ ഭാഗത്ത് റൈറ്റ് ഭാഗത്ത് കാണുന്നതാണ് ഇവിടുത്തെ ബോർവെല്ല്. അവിടെയും ഈ പറഞ്ഞതുപോലെ ബോർവെല്ലിൻ്റെ അടുത്ത് തന്നെ ക്ലോറിൻ ഡോസിൻ പമ്പൊക്കെ കൃത്യമായി ക്രമീകരിച്ച് വെള്ളം വളരെ ശുദ്ധിയായിട്ട് തന്നെയാണ് ടാങ്കിലേക്ക് എത്തുന്നത്. ഇവിടെ അപ്പുറത്താണ് നമ്മുടെ ഓപ്പൺ വെല്ല് വരുന്നത്. ആ ഓപ്പൺ വെല്ലിൻ്റെ ഭാഗങ്ങളൊക്കെ വളരെ നീറ്റാണ്. ഓപ്പൺ വെല്ലിൽ ഒരു തുള്ളി വെള്ളം പോലും പുറമേ നിന്ന് ചളിവെള്ളവും അഴുക്കും ഒന്നും അകത്തേക്ക് പ്രവേശിക്കാത്ത രീതിയിൽ ചുറ്റും കോൺക്രീറ്റ് ചെയ്ത് വളരെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 2 ക്ലോറിൻ ഡോസിൻ പമ്പുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവ മെയിനായിട്ട് ഇവിടുന്ന് ഭക്ഷണം പാകം ചെയ്യാൻ ഈ വെള്ളം ഉപയോഗിക്കുന്നില്ല. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കൈ കഴുകാനും പാത്രം കഴുകാനൊക്കെ ആയിട്ടുള്ളതാണ്. എന്നാൽ കൂടെയും വളരെ ഫിൽറ്റർ ചെയ്ത വെള്ളം തന്നെയാണ്, ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം തന്നെയാണ്, വളരെ വൃത്തിയുള്ള വെള്ളം തന്നെയാണ് ടാങ്കിലേക്ക് പോകുന്നത്. അതിനുവേണ്ട എല്ലാ സംവിധാനവും ചെയ്തു വെച്ചിട്ടുണ്ട്. പല കുട്ടികളും അസുഖബാധിതരായി ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആയപ്പോഴും അല്ലാതിരുന്നപ്പോഴും വീട്ടിലായിരുന്നപ്പോഴും ഒക്കെ കൃത്യമായി ആരോഗ്യ വകുപ്പിൻ്റെയും സ്കൂളിൻ്റെയും ഒക്കെ നിർദ്ദേശങ്ങൾ, അവരുടെയൊക്കെ സഹായങ്ങൾ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്കാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ട സമയമാണ് കടന്നുപോയത്. ഇവിടുത്തെ അധ്യാപകർ രാപ്പകലില്ലാതെ വിദ്യാർത്ഥികളോടൊപ്പം ഹോസ്പിറ്റലുകളിൽ സമയമില്ലാതെ ജോലി ചെയ്ത് അവർക്കൊപ്പം നിന്നവരാണ്. ഇവിടുത്തെ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ഒരുമിച്ച് നിന്ന് ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സ്കൂൾ എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു സ്ഥാപനം എന്ന് പറയുന്നത്, അത് നിലനിൽക്കാൻ ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ സ്കൂളിനെ കുറിച്ച് മോശമായി ചിത്രീകരിക്കാനും വളരെ പെട്ടെന്ന് കഴിയുന്ന ഒരു സംഗതിയാണ്. പക്ഷേ അതിനപ്പുറത്ത് ഒരുപാട് തലമുറകൾ ഉപയോഗിച്ച് വന്നിട്ടുള്ള 35 വർഷത്തോളം പാരമ്പര്യമുള്ള ഈ ഒരു സ്കൂൾ എന്ന് പറയുന്നത് ഒരുപാട് കലാകായിക രംഗത്ത് മികവ് തെളിയിച്ച ഒരു വിദ്യാലയം കൂടിയാണ്. അതുകൊണ്ട് ഇനിയും അങ്ങോട്ട് അതേ രീതിയിൽ തന്നെ മുന്നേറാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കിക്കൊണ്ടാണ് ഈ സ്കൂൾ ഇപ്പോൾ വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഒരു ഇൻസിഡൻ്റ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തീർച്ചയായും ഈ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് പോസിറ്റീവായിട്ട് തന്നെ അവരത് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ഏരിയകളിലും അവരുടെ കണ്ണെത്തിയിട്ടുണ്ട്. അതുപോലെ വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തകർ വന്ന് ഇതിൻ്റെ മുക്കുമൂലകളിലുള്ള അഴുക്കും ചെളിയും എല്ലാം ഇല്ലാതാക്കുകയും അതുപോലെ ക്ലോറിനേഷൻ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷകരമായി ഇവിടെ എങ്ങനെയാണോ കുട്ടികൾ തുള്ളിച്ചാടി നടന്നിരുന്നത്, എങ്ങനെയാണോ വിദ്യ അഭ്യസിച്ചിരുന്നത്, അതിനേക്കാൾ മികച്ചതും സേഫ് ആയിട്ടുള്ളതുമായ ഒരു കംഫർട്ട് സോണ് തന്നെയാണ് മക്കൾക്ക് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അത് കൃത്യമായി രക്ഷിതാക്കൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് പുറമേ നിന്ന് കാണുന്നതിനേക്കാൾ കേൾക്കുന്നതിനേക്കാൾ നല്ല ഒരു സാഹചര്യം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള നല്ലൊരു സാഹചര്യമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ KG സെക്ഷനാണ്. ഇവിടെ ഏറ്റവും മനോഹരമായിട്ടാണ് ഈ ഒരു ബിൽഡിങ്ങും അതുപോലെ അതിൻ്റെ താഴ്ഭാഗമൊക്കെ ടൈലിട്ടതാണ്. അത് മുറ്റം ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല ചെടികളും അതുപോലെ ബാക്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ചെറിയ പാർക്ക്, ഇതിൻ്റെ അപ്പുറത്ത് വലിയൊരു പാർക്കുണ്ട്. സൈഡിലൊക്കെ മതിൽ കെട്ടിയിട്ടുണ്ട്. ആ മതിലിൽ സാധാരണ നമ്മളിങ്ങനെ
മതിലൊക്കെ പൊത്തും അതിനിടയിൽ പാമ്പ് വരുന്ന പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ പാമ്പിനൊന്നും വരാൻ സാധ്യതയില്ലാത്ത രീതിയിൽ തന്നെ പൊത്തുകളൊക്കെ അടച്ച് കോൺക്രീറ്റ് ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് KG സെക്ഷനിലെ ഈ പിള്ളേർ ഇറങ്ങി വന്ന് അവർക്ക് മഴയാണെങ്കിൽ പോലും ടോയ്ലറ്റിൽ പോകാൻ നനയാത്ത രീതിയിൽ ഇവിടുന്ന് ടോയ്ലറ്റ് വരെ റൂഫ് ചെയ്ത് അവർക്ക് ഷീറ്റൊക്കെ ഇട്ട് കണ്ടില്ല, നല്ല മനോഹരമാക്കി ടോയ്ലറ്റ് വരെ മഴ കൊള്ളാതെ നനയാതെ വൃത്തിയായിട്ട് അങ്ങോട്ട് പോവാം. കുട്ടികൾ സ്കൂളിലെത്തുമ്പോൾ അധ്യാപകർ തന്നെ മുൻകൈയെടുത്ത് കുട്ടികളെ ഹാൻഡ് വാഷ് ചെയ്യിപ്പിക്കുകയും സാനിറ്റൈസ് ചെയ്യിപ്പിക്കുകയും ഇടവേളകളിൽ അത് തുടരുകയും ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് ചൂടുവെള്ളം കുടിക്കാനായി 2 കെറ്റിലുകളും അതുപോലെ ഒരു വാട്ടർ പ്യൂരിഫയറും സ്ഥാപിച്ചിട്ടുണ്ട്. രോഗത്തിൻ്റെ തോതും വ്യാപനവും ഒക്കെ കുറഞ്ഞെങ്കിലും കൃത്യമായ ശ്രദ്ധയും ജാഗ്രതയും കാണിക്കുന്നത് എന്തുകൊണ്ടും മാതൃകാപരമാണ്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായൊരു ബോധവൽക്കരണം, അതിന് ഒരു ജനറൽ ബോഡി വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ളതാണ്. അത് പഠിച്ച് ഒരു ജനറൽ ബോഡി വിളിക്കാനുള്ള താല്പര്യം കാണിക്കുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്.